റോബർട്ട് ഡോസ്റ്റ് എന്ന കോടീശ്വരൻ ന്യൂയോർക്കിലാണ് താമസിച്ചിരുന്നത്. 1982 ജനുവരി 31 റോബർട്ടിന്റെ ഭാര്യ കാത്തലിനെ കാണാതായി. ഇരുവരും തമ്മിൽ അന്ന് വഴക്കുണ്ടായെന്നും കാത്തലിൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നുമാണ് റോബർട്ട് പോലീസിനോട് പറഞ്ഞത്. കാത്തലിനെ കാണാതായി 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് പോലീസിനെ ഈ വിവരം അറിയിച്ചത്. കാത്തലിൻ എവിടെ പോയെന്ന് കണ്ടെത്താൻ പോലീസിനായില്ല. റോബർട്ടിനെ ആദ്യം പോലീസ് സംശയിച്ചെങ്കിലും അവനെതിരെ ഒരു തെളിവും കിട്ടിയില്ല. 2000 ഡിസംബർ 24 റോബർട്ടിന്റെ ദീർഘകാല സുഹൃത്തായ സൂസൻ ബർമാനെ വീട്ടിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഈ കേസിലും പ്രതിയെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. 2001 സെപ്റ്റംബർ 30 റോബർട്ടിന്റെ ഒരു അയൽക്കാരനായ 71 വയസ്സുള്ള മോറിസ് ബ്ലാക്കിന്റെ മൃതദേഹം ഗാൽവെസ്റ്റോൺ ഉൾക്കടലിൽ കണ്ടെത്തി. മോറിസും റോബർട്ടും തമ്മിൽ പലതവണ പ്രശ്നങ്ങൾ ഉണ്ടായതായി കണ്ടെത്തിയ പോലീസ് റോബർട്ടിനെ കസ്റ്റഡിയിലെടുത്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ റോബർട്ട് തന്നെയാണ് മോറിസിനെ കൊലപ്പെടുത്തിയത് എന്ന് കണ്ടെത്തി. അവനെ 5 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. ശിക്ഷയൊക്കെ കഴിഞ്ഞിറങ്ങിയ റോബർട്ടിന് 2015 HBO ചാനൽ ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ സമീപിച്ചു. കാരണം റോബർട്ടിന്റെ ഭാര്യയെ കാണാതായി, ഉറ്റ സുഹൃത്ത് കൊല്ലപ്പെട്ടു. ഈ 2 കേസുകളിലും എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ മോറിസിന്റെ കേസിലും റോബർട്ടിന്റെ